ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നനുമനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞങ്ങൾ ഇന്നൊരു പാർട്ടിക്ക് പോകാൻ, പാർട്ടി എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ പാർട്ടിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. നനുവിന് മുന്നേക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഇതിന് മുന്നേ ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു വർഷം അവസാനം എന്ന് പറഞ്ഞാൽ നനുവിനും എനിക്കും കുറേ സർപ്രൈസ് കിട്ടിയ ഒരു വർഷം ആട്ടോ. ഈ ഒരു ഡിസംബർ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ദേ ഇറങ്ങുകയാണ്. അപ്പോൾ ദേ ഇതാട്ടോ ഞങ്ങളുടെ പാർട്ടി നടക്കുന്ന വെന്യൂ. എന്ത് കളർഫുള്ളായിരുന്നു എന്നറിയോ. നമുക്ക് നല്ലൊരു ബീറ്റും, എനിക്ക് ശരിക്കും വോയിസ് ഓവർ ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു ബീറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഇനി വല്ല എന്താ പറയുക കോപ്പിറൈറ്റ് ക്ലെയിമെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ, ഇത് ശരിക്കും പറഞ്ഞാൽ പുരുഷ സംഗമം എന്ന് പറയും. അതായത് കുട്ടേൻ്റെ കുറേ ഫ്രണ്ട്സും ഗ്യാങ്ങും എല്ലാവരും കൂടി അവരൊരു കൂട്ടായ്മയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ന്യൂ ഇയറിന് ഞങ്ങൾ ആഘോഷിച്ചു. ഇത് രണ്ടാമത്തെ വാർഷികവും കൂടിയാണ് അവരുടെ. കണ്ട, നീർക്കോട് കൂട്ടായ്മ 2ാം വാർഷികം പുതുവത്സരാശംസകൾ എന്നാണ് കേക്കിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ പുരുഷ സംഗമത്തിൻ്റെ പുരുഷന്മാരും അവരുടെ ഫാമിലീസും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഈ പാർട്ടി. എന്തായാലും ഈ പാർട്ടി ഒരു എന്തായാലും നന്നുവിന് മുന്നേക്ക് മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അവരാദ്യമായിട്ടാണ് കേട്ടോ ന്യൂ ഇയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരത്തെ പോകുന്നു, ഞങ്ങൾ 12 o'clock വരെ നിന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ കുറേ അടിച്ചു പൊളിച്ചു. എന്തായാലും വഴിയെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കട. കുറേ പേരുണ്ടായിരുന്നു, കുറേ പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ടും ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവേനെ കിട്ടി. 2 കുഞ്ഞു വാവകളുണ്ടായിരുന്നു. ഈ കുഞ്ഞുവാവയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ ജോലിക്ക് പോയിട്ട് വരാൻ ലേറ്റായി. അപ്പോൾ അതുവരെയും കുഞ്ഞുവാവ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഒരു പാവം വാവയായിരുന്നു, ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു വാവയായിരുന്നു കേട്ടോ. ഒരു ശല്യം ഉണ്ടായിരുന്നില്ല ഈ വാവേനെ കൊണ്ട്. അപ്പോൾ ഇതാട്ടോ ഓവറോൾ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതിന് മുന്നേക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ പോകുന്നത് എപ്പോഴാണ്, എല്ലാ സെലിബ്രേഷനും കഴിഞ്ഞ് ഏകദേശം ഒരു 2:30 ആയപ്പോഴെങ്ങാണ്ടാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത്. അത്രയും നേരം ഇവർ ഉറങ്ങിയില്ല. നന്നു മുന്നേക്കൊന്നും ഉറക്കക്ഷീണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നന്നുവിൻ്റെ മുന്നേടെ മൈക്കാട്ടോ വെച്ചിരിക്കുന്നത്. അവരതും ചോദിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു ഹാപ്പി 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 ന്യൂ ഇയർ, വിഷ് യു ഹാപ്പി 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 ന്യൂ ഇയർ. കിട്ടൂല. അപ്പോൾ നല്ല യമ്മി കേക്കായിരുന്നു കേട്ടോ. ഒരെണ്ണം കിട്ടിയോളൂ, അതാണ് സങ്കടം. കുഞ്ഞുങ്ങൾക്കായിരുന്നു അവിടെ പ്രിഫറൻസ് കൂടുതൽ, വലിയ ആൾക്കാർക്ക് പ്രിഫറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞാവനെ കിട്ടി. ഇത് കേളു മഴ കണ്ടിട്ടില്ലടാ. അപ്പോൾ ഞങ്ങളുടെ 2022ൻ്റെ ലാസ്റ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസാണിത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കസേരകളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ നല്ല ഗംഭീരമായിട്ട് മുന്നേ ഔട്ടായിരിക്കുന്നു. മുന്നേക്ക് സങ്കടം വന്നിട്ട് ആരെയും മുഖത്ത് നോക്കാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ടാന്നും പറഞ്ഞിട്ട് മുന്നേക്ക് കൂട്ടായിട്ട് അടുത്ത റൗണ്ടിൽ നന്നുവും പോയി. അപ്പോൾ ചേട്ടനും അനിയനും പോയല്ലോ, ഒരുമിച്ച് പോയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ മോനാട്ടോ വിൻ ചെയ്യുന്നത്. എന്തായാലും അടുത്തത് ഞങ്ങളുടെ ലേഡീസിൻ്റെ കസേരകളിയാട്ടോ. ഞാൻ അവിടെ പാട്ട് നിന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇരിക്കാൻ പോയതാണ്. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഓടിച്ചതാണ് കണ്ടത്. അപ്പോൾ ഫസ്റ്റ് കടമ്പോൾ എന്തായാലും ഞാൻ കടന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റിൽ കസേര കിട്ടി. കുറേ നാളായി ഞാൻ കസേരകൾ കളിച്ചിട്ട്. പണ്ട് സ്കൂൾ കോളേജസ് അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ. പിന്നെ കുറേ നാളെത്തിയിട്ടാട്ടോ ഇപ്പോൾ കസേര കളിക്കുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 പേരായി. ലാസ്റ്റ് അമ്മയും ആൻറ്റിയും. ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക? മുന്നേ അമ്മയ്ക്ക്. ഞാൻ ഫസ്റ്റ് അടിച്ചേ. അങ്ങനെ കസേരയിൽ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് അടിച്ചു.
ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആ ദിവസത്തെ ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നത് ഇവരുടെ കസേരകളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഫണ്ണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണിയായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും ഭയങ്കര ബിസി ലൈഫൊക്കെ നയിക്കുന്നവരാണ്. അപ്പോൾ ഇതുപോലെ ഒരു കേട്ടോ ഒരാളുടെ മടിയിൽ കയറിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത് ഭയങ്കര ഫണ്ണിയായിരുന്നു എന്ന്. ഓരോ കസേര ഇരിക്കുന്ന സമയമാകുമ്പോഴേക്കും ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ഇവർ ഒപ്പിക്കും. ഈ ചേട്ടനായിരുന്നു കേട്ടോ, ഭയങ്കര കോമഡി ആയിട്ടുണ്ടായിരുന്നു ചേട്ടൻ. എല്ലാവരും ഭയങ്കര ബിസി ലൈഫ് ലീഡ് ചെയ്യുന്നവരല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒരു രസം. ഇപ്പോൾ ഒരാൾ ഉന്തിയിട്ടിട്ട് അടുത്തോട്ടം കയറി ഇരിക്കും അവിടെ. എല്ലാവരും ഈ ക്രുക്കടെന്ന് പറയില്ലേ, അതായിരുന്നു എല്ലാവരും തന്നെ. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയിട്ടോ. ലാസ്റ്റ് ദേ കുട്ടേട്ടനും പിന്നെ വേറൊരു ചേട്ടനും മാത്രമാവും. ഇവർ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാട്ടോ ഇവർ. ഇത് നോക്കിയോ ഉണ്ടാ, അങ്ങനെ എൻ്റെ കുട്ടേട്ടൻ വിൻ ചെയ്തു. അപ്പോൾ ഭാര്യയും ഭർത്താവും കസേര കളിക്ക് ഫസ്റ്റ് അടിച്ച്. ഈ കുഞ്ഞുങ്ങൾക്ക് മിഠായി വറക്കലുണ്ടായിരുന്നു. അത് കുറേ മറ്റേ ജീരക മിഠായി ആയിരുന്നു. അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ പെറുക്കി എടുക്കുക. ഇതിൻ്റെ സമ്മാനം ആട്ടോ ഇതിലും രസം. അവരവർ പറക്കണം മിഠായി അവരവർക്ക് സ്വന്തം, അത് മൊത്തം അവരവർക്ക് കഴിക്കാം. അതായിരുന്നു ഈ മിഠായി പെറുക്കലുടെ സമ്മാനം. അപ്പോൾ ദേ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ദേ മുന്നേ ഇപ്പോൾ ഒരു ആക്ഷൻ കാണിക്കും കേട്ടോ. ഞാൻ വീഡിയോ കൊണ്ട് വന്നത് കാരണം അവൻ അങ്ങനെ കാണിക്കാനാട്ടോ. ഒരു എല്ലിൻ്റെ പീസ് എടുത്തിട്ട് ചിക്കൻ കാല് കടിക്കുന്ന പോലെ ഒരു ആക്ഷൻ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കണം. നോക്കി ഇതിൻ്റെ അടി വിഷമിച്ചിടേ. ഇനി എത്ര നേരം കൂടി ഉണ്ടെന്നറിയാമോ? ഇനി ഒരു 1 hour കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 o'clock ഞങ്ങൾ പിന്നെ പേര് പറയുമല്ലോ അല്ലേ. അപ്പം പടക്കമൊക്കെ പൊടിക്കുക. അച്ഛൻ പടക്കം മേടിക്കാൻ പോയേക്കുക. ഞാൻ അവനെ കൊണ്ടുപോയില്ല, അതായത് വിഷമിച്ചിരിക്കണ കണ്ട. ഇപ്പം കഴിയും മുന്നേ ഇപ്പം കരയോടാ. ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കരഞ്ഞാണിച്ചേ. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. 12 o'clock ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ എല്ലാവരും. ആർക്കും തന്നെ ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. പ്രത്യേകിച്ച് നന്നുവിനും മുന്നേക്കും. ഈ സമയത്ത് നന്നുവിൻ്റെ ഒരു 3-4 ഉറക്കം കഴിയേണ്ട സമയമായി. നന്നു ഒരു 9-9:30 ആകുമ്പോഴേക്കും ഉറങ്ങണ ആളാണ്. ദേ ആ കിടന്ന് തുള്ളണത്. അങ്ങനെ ദേ നന്നു മുന്നേ. അപ്പോൾ ബാക്കി ആണുങ്ങളൊക്കെ ദേ പാട്ടൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. കണ്ട നന്നു മുന്നേക്ക് ഇപ്പോൾ നല്ല ഫോമായിട്ടുണ്ട്. നന്നു മുന്നേ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ അച്ഛനെ കാണുന്നത് കേട്ടോ. അച്ഛൻ പടക്കം മേടിക്കാൻ പോയേക്കണായിരുന്നു. അതിൻ്റെ എന്താ പറയുക ആഹ്ലാദ പ്രകടനമാണ് ആ കാണുന്നത്. അച്ഛനെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം. അച്ഛൻ അവനെ കൊണ്ടുപോകാതെ പോയതിന് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പടക്കത്തിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. പടക്കം പൊട്ടോ ഇല്ലേ, സൗണ്ട് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അയ്യോ എല്ലാവരും പേടിച്ചു കേട്ടോ. കൂട്ടത്തിൽ ക്യാമറാമാനും ഒന്ന് പേടിച്ചു പോയി. അതാണ് കേട്ടോ ക്യാമറ ഷെയ്ക്കായത്. മുന്നേയുടെ സന്തോഷം നോക്ക്. മുന്നേയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ? മുന്നേക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഉപദ്രവിച്ചാണ് അവൻ സ്നേഹം കാണിക്കണമെന്നുള്ളതാണ്. അവന് ഈ നന്ദന ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായി. അത് കാരണം നന്ദന ചേച്ചിയുടെ പുറകെ വന്നപ്പോൾ പോലും നന്ദന ചേച്ചിയുടെ പുറകെ തന്നെയാണ് അവൻ. ഉപദ്രവിച്ച് കടിക്കുക, അടിക്കുക, ആ കമ്പിത്തിരി വെച്ച് ഉരയ്ക്കണതാണ് ആ കാണുന്നത്, വേദനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു. കത്തിച്ച് അപ്പോൾ ദേ ഞങ്ങളിതേ കമ്പത്തിനൊക്കെ കത്തിച്ച് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിച്ചു. എല്ലാവരും സന്തോഷമായി. ഇപ്പോൾ ദേ പടക്കം പിടിച്ചോണ്ടിരിക്കുകയാണ്. മുന്നേടൊക്കെ കോലം നോക്ക്, തകർക്കായിരുന്നു. ഇത്ര ഡാൻസും പാട്ടും ബഹളവും കമ്പത്തിരി കത്തിക്കലും ഒക്കെ ആയിട്ട് തകർത്ത് നടക്കുകയാണ്. അപ്പോൾ അതേ മുന്നേ എന്താ ഒപ്പിക്കണമെന്ന് നോക്കിക്കോട്ടെ. അതേ നന്ദന ചേച്ചി അറിയാതെ ദേ പുറകിൽ വന്ന് അവൻ്റെ ചേച്ചിയുടെ കയ്യിൽ കടിക്കാൻ നോക്കണേ കാണണേ. നന്ദനെ നേരത്തെ അറിയാം കേട്ടോ. ഞാൻ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് നന്ദന വരുമായിരുന്നു വീട്ടിൽ. അപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. നന്ദന ചേച്ചിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. പാവം കുട്ടിയാണ്, തിരിച്ചൊന്നും ചെയ്യില്ല. അതാണ്. ഞങ്ങളെല്ലാവരും കൂടി റോട്ടിലേക്ക് പോവാട്ടോ. അവിടെ ഇതുപോലെ കുറേ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി മെയിൻ റോട്ടിലേക്ക് പോകണേ. കണ്ണാ ഹാപ്പി ന്യൂ ഇയർ. എന്നിട്ട് കയ്യില്
അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഓരോ മുടിയൊക്കെ ആർട്ടിഫിഷ്യൽ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വന്നേക്കണ കേട്ടോ കാണുന്നത്. അപ്പോൾ കുറേ നേരം ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചു. എനിക്കൊരു വീഡിയോ മിസ്സായി. ഇതിനകത്ത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചേട്ടൻ 2 കൈയിലും എന്താ പറയുക, മറ്റേ എന്തായാലും നിങ്ങൾ പറയാമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ പൂക്കുറ്റി എന്ന് പറയും. ആ 2 പൂക്കുറ്റി 2 കയ്യിൽ വലിയ പൂക്കുറ്റി പിടിച്ച് കത്തിച്ചു. അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും അത് മിസ്സായിപ്പോയി. പിന്നെ ചെറിയൊരു ഡേഞ്ചറും കൂടെ സംഭവിച്ചു കേട്ടോ. അതവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു വാണം വിട്ടിങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടോ. പേടിച്ചെല്ലാവരും ഓടി. അതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ ഡാൻസ് ആട്ടോ. ന്യൂ ഇയറൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഡാൻസ് കളിച്ച് ഞങ്ങൾ അവസാനിപ്പിച്ച് പോകാനുള്ള പരിപാടിയാണ് എല്ലാവരും വീട്ടിലേക്ക്. അപ്പോൾ ഇത് ഏത് പാട്ടാണെന്ന് അറിയണമെങ്കിൽ ഞാൻ കളിക്കുന്ന ഈ സ്റ്റെപ്പ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണോ പാട്ടെന്ന്. അത് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏതാണോ പാട്ടെന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ അടിച്ച് തകർത്ത് പൊളിച്ചു ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ 2022 നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടല്ലേ. നമ്മൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. അപ്പം നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം ഈ 2023 നിങ്ങൾക്ക് നടക്കട്ടെ എന്ന്, നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.